കലാപവും യുദ്ധവും കാരണം ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ വൻകരകളിൽ നിന്ന് അഭയം തേടി വരുന്നവർക്ക് സ്നേഹവും കരുതലും കൊടുത്ത് സ്വീകരിച്ചവരാണ് യൂറോപ്പിലെ ജനങ്ങൾ. മനുഷ്യത്വത്തിന്റെയും പുരോഗമന ചിന്തയുടെയും അടയാളമായാണ് യൂറോപ്പിലെ ജനങ്ങൾ കുടിയേറ്റത്തെ അംഗീകരിച്ചിരുന്നത്. എന്നാൽ അനിയന്ത്രിതമായ കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും തിരിച്ചടിയായപ്പോൾ യൂറോപ്പിലെങ്ങും പ്രതിഷേധങ്ങളും ശക്തമായി. പല യൂറോപ്യൻ രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ സർക്കാരുകൾ അധികാരത്തിലെത്തുകയും പ്രധാന പ്രതിപക്ഷമായി വലതുപക്ഷ ശക്തികൾ ഉയർന്നുവരികയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കുടിയേറ്റത്തിന് കടിഞ്ഞാണിടാൻ യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറായത്. കുടിയേറ്റത്തിനെതിരെ സുപ്രധാന ബില്ലാണ് കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ യൂണിയൻ പാസാക്കിയത്. സമകാലിക രാജ്യാന്തര രാഷ്ട്രീയത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ദിശാമാറ്റമാണ് യൂറോപ്പിലെങ്ങും ശക്തമാകുന്ന വലതുപക്ഷ പാർട്ടികളുടെ വളർച്ച. വലതുപക്ഷ സാമ്പത്തിക സാമൂഹിക വീക്ഷണങ്ങളും കുടിയേറ്റ വിരുദ്ധതയും അതിദേശീയതയും രാഷ്ട്രീയ നയമായി സ്വീകരിച്ചു വരുന്ന പാർട്ടികൾക്ക് ജനപിന്തുണ ഏറിവരികയാണ്. യൂറോപ്പിലെ ചെറുതും വലുതുമായ രാജ്യങ്ങളിലെല്ലാം വലതുപക്ഷം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം കുടിയേറ്റത്തിനായി രാജ്യത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നതാണ്. കുടിയേറ്റങ്ങൾ തടയണം, അതിർത്തികൾ അടയ്ക്കണം, വംശീയ ന്യൂനപക്ഷങ്ങൾക്കുള്ള പരിഗണനകൾ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് വലതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അറബ് വസന്തവും അതിനുശേഷം സിറിയയിലും മറ്റും സംഭവിച്ച ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നാലെ അഭയാർത്ഥി പ്രവാഹവും യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം കൂടുന്നതിന് കാരണമായി. ഈ സാഹചര്യത്തിലാണ് അഭയാർത്ഥികളെ തടയുന്ന കുടിയേറ്റ നയത്തിന് യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയത്. അനധികൃത കുടിയേറ്റക്കാരെ അതിവേഗം തിരികെ നാടുകടത്താനും പ്രവേശനം പരമാവധി തടയാനുമാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം. 3 വർഷത്തെ കൂടിയാലോചനകൾക്കൊടുവിലാണ് യൂറോപ്യൻ യൂണിയൻ കുടിയേറ്റ ഉടമ്പടി എന്ന പേരിൽ കഴിഞ്ഞയാഴ്ച വിവിധ രാജ്യങ്ങൾ ചേർന്ന് പുതിയ നയം പ്രഖ്യാപിച്ചത്. പലായനം യൂറോപ്യൻ വെല്ലുവിളിയാണെന്നും അതിനാൽ യൂറോപ്പിന്റെ കൂട്ടായ പരിഹാരങ്ങൾ വേണമെന്നും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ പറഞ്ഞു. അനധികൃത കുടിയേറ്റം തടയാനും അഭയാർത്ഥി പദവി തേടുന്നവരെ സംരക്ഷിക്കാനും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം നൽകുന്ന കരാർ അഭയാർത്ഥികൾ എത്തുന്ന കേന്ദ്രത്തിൽ വെച്ച് തന്നെ അവർ അർഹരാണോ തിരിച്ചയക്കപ്പെടേണ്ടവരാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാത് രാജ്യങ്ങൾക്കാണ്. അതിർത്തികളിൽ തടവറകൾ തുറക്കൽ, അഭയം നിഷേധിക്കപ്പെടുന്നവരെ അതിവേഗം തിരിച്ചയക്കൽ, തെക്കൻ രാജ്യങ്ങളിലെത്തുന്ന അഭയാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റൽ തുടങ്ങിയവ നടപ്പാക്കാനാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം. ഇതിലൂടെ കുടിയേറ്റക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ആഫ്രിക്കൻ രാജ്യങ്ങൾ, പൂർവേഷ്യ തുടങ്ങിയിടങ്ങളിൽ നിന്നും ഒരുവിധ സുരക്ഷയുമില്ലാതെ ബോട്ടുകളിലെത്തുന്ന അഭയാർത്ഥികളുടെ പ്രവാഹം ഒരു ദശാബ്ദമായി ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം നവംബർ വരെ 2.5 ലക്ഷത്തിലേറെ അഭയാർത്ഥികൾ ഇറ്റലി തീരത്ത് എത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. യൂറോപ്യൻ യൂണിയന്റെ പുതിയ കുടിയേറ്റ നയം മഹത്തായ വിജയമെന്നാണ് ഇറ്റലിയുടെ ആഭ്യന്തരമന്ത്രി മാറ്റിയോ പിയന്റോസി വിശേഷിപ്പിച്ചത്. ഒരു കാലത്ത് കുടിയേറ്റക്കാരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്ന ജർമ്മനിയും യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ജർമ്മനി ഉൾപ്പെടെയുള്ള കുടിയേറ്റ പ്രവാഹം മൂലം ദുരിതമനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് ആശ്വാസമാണ് കരാറെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പ്രതികരിച്ചു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കുടിയേറ്റ പരിഷ്കരണത്തിന് ധാരണയിലെത്തിയതിന് പിന്നാലെ ഫ്രാൻസിൽ ഏറെ വിവാദങ്ങൾക്കു ശേഷം കുടിയേറ്റ വ്യവസ്ഥകൾ കർശനമാക്കുന്ന നിയമം ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുടിയേറ്റ പ്രവാഹം തടയുന്നതിനോടൊപ്പം കുടിയേറ്റക്കാർക്ക് കുടുംബങ്ങളെ ഫ്രാൻസിലേക്ക് കൊണ്ടുവരുന്നത് ഇതോടെ എളുപ്പമല്ലാതെയാകും. മാത്രവുമല്ല, കുടിയേറ്റക്കാർക്ക് ക്ഷേമാനുകൂല്യങ്ങൾ വൈകിപ്പിക്കാനും പുതിയ നിയമം കാരണമാകും. ഇതേ നിയമം ഒരാഴ്ച മുൻപ് പാർലമെന്റിൽ കൊണ്ടുവന്നെങ്കിലും എതിർപ്പ് കാരണം പാസായിരുന്നില്ല. വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കി പുതുക്കി എഴുതിയപ്പോൾ ബില്ലിനെ പിന്തുണയ്ക്കാൻ തീവ്ര വലതുപക്ഷത്തു നിന്നും അനുകൂല നീക്കമുണ്ടായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇമ്മാനുവൽ മാക്രോണിന് ശക്തമായ വെല്ലുവിളി ഉയർന്നിരുന്ന മരീൻ ലീ പെന്നിന്റെ നാഷണൽ റാലി പാർട്ടി പിന്തുണച്ചപ്പോഴാണ് 2ാം വട്ടം ബിൽ പാസായത്. ഇതിന്റെ പേരിൽ ഇമ്മാനുവൽ മാക്രോണിന്റെ റിനേസൻസ് പാർട്ടിയിൽ വലിയ ഭിന്നിപ്പാണുണ്ടായത്. വോട്ടെടുപ്പിൽ പാർട്ടിയുടെ 27 എംപിമാർ എതിർക്കുകയും 32 എംപിമാർ വിട്ടുനിൽക്കുകയും ചെയ്തു. കടുത്ത പ്രതിഷേധത്തിനിടെ വലതുപക്ഷ പാർട്ടിയുടെ പിന്തുണയോടെ 186-നെതിരെ 349 വോട്ടിനാണ് ബിൽ പാസായത്. മധ്യനിലപാടുള്ള റിനേസൻസ് പാർട്ടി തീവ്ര വലതുപക്ഷത്തേക്ക് ചായുകയാണെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഓർലീൻ റൂസോ രാജി പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് ചില മന്ത്രിമാരും രാജിവെക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മാക്രോണിന്റെ പാർട്ടിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരുന്നു.
ഈ സാഹചര്യവും കൂടി കണക്കിലെടുത്താണ് പ്രധാന പ്രതിപക്ഷമായ നാഷണൽ റാലി പാർട്ടി പിന്തുണച്ചത്. ഫ്രഞ്ച് ജനത കാത്തിരുന്നതും രാജ്യത്തിന് ഗുണകരമായ നിബന്ധനകൾ ഉൾപ്പെട്ടതുമായ ബില്ലാണിതെന്ന് പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ അവകാശപ്പെട്ടു. രാജ്യത്തെ ജനങ്ങൾക്കും സ്വത്തിനും ഭീഷണിയാകുന്ന കുറ്റവാളികൾക്ക് കുടിയേറ്റത്തിനുള്ള അവകാശം നൽകണമെന്ന് ആർക്കാണ് താൽപര്യമെന്ന് ആഭ്യന്തരമന്ത്രി ഗ്രാൻഡ് ഡാൽവിൻ ചോദിച്ചു. അതിനിടെ യൂറോപ്പിൽ ഇസ്ലാമിന് സ്ഥാനമില്ലെന്ന് തുറന്നടിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയുടെ പ്രസ്താവന വിവാദമായി. ഇസ്ലാമിക സംസ്കാരം യൂറോപ്യൻ സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു. അതേസമയം ശരിയത്ത് നിയമം ഇറ്റലിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും മെലോണി പ്രഖ്യാപിച്ചു. യൂറോപ്യൻ സംസ്കാരവും അത് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും അവകാശങ്ങളും തമ്മിൽ ഇസ്ലാമിക സംസ്കാരം യോജിച്ചു പോകില്ല എന്നും അവർ വ്യക്തമാക്കി. മെലോണി അംഗമായ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി സംഘടിപ്പിച്ച രാഷ്ട്രീയ പരിപാടിയിലായിരുന്നു മെലോണിയുടെ വിവാദ പരാമർശം. ചടങ്ങിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകും പങ്കെടുത്തിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ബെനിറ്റോ മുസോളിനിക്ക് ശേഷം ഇറ്റലിയിൽ അധികാരത്തിലേറുന്ന തീവ്ര വലതുപക്ഷ ദേശീയവാദ സർക്കാരാണ് 45-കാരിയായ ജോർജിയ മെലാനിയുടേത്. 2018 പൊതു തെരഞ്ഞെടുപ്പിൽ 4% വോട്ട് മാത്രമാണ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടിക്ക് നേടാനായത്. 3 വർഷത്തിനുള്ളിൽ 25%-ലേറെ വോട്ട് നേടിയാണ് ജോർജിയ മെലോണിയുടെ തീവ്ര വലതുപക്ഷം ഇറ്റലിയിൽ അധികാരം പിടിച്ചെടുത്തത്. ഇതിനിടെ രേഖകളില്ലാതെ രാജ്യത്തേക്ക് കടക്കുന്ന കുടിയേറ്റക്കാർ യുഎസിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്നുവെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ന്യൂ ഹാംഷിയറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ട്രംപിന്റെ വിവാദ പരാമർശം. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ യുഎസിലേക്ക് ഒഴുകുന്നു. രണ്ടാം തവണ അധികാരത്തിലെത്തിയാൽ കുടിയേറ്റത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. കുടിയേറ്റത്തിന് അനുകൂല നിലപാടെടുത്തിരുന്ന പ്രസിഡന്റ് ജോ ബൈഡനും നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു.